ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസുമായി ബന്ധപ്പെട്ട പേപ്പർ 2-ന്റെ PYQs ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏതാണ് സ്റ്റാഫ് ഫംഗ്ഷൻ അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അക്കൗണ്ടിങ്ങും ഗുണനിലവാര നിയന്ത്രണവും വാങ്ങലും ആണ് സ്റ്റാഫ് ഫംഗ്ഷൻ അകത്ത് വരുന്നത്. അക്കൗണ്ടിങ്, ഗുണനിലവാര നിയന്ത്രണം, വാങ്ങലും. താഴെ പറയുന്നവയിൽ യൂഫോം ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന സംഘടന ഏത്? യൂഫോം ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത് പ്രവർത്തന സംഘടനയാണ്. യൂഫോം ഓർഗനൈസേഷൻ പ്രവർത്തന ഘടന. താഴെ പറയുന്നവയിൽ ഏതാണ് മാനേജ്മെന്റ് വൈദഗ്ധ്യം അല്ലാത്തത്? ഓപ്ഷൻ ഡി സൗന്ദര്യാത്മക കഴിവുകൾ. ആശയപരമായ കഴിവുകളും ഡയഗ്നോസ്റ്റിക് സ്കിൽസും രാഷ്ട്രീയമായിട്ടുള്ള കഴിവുകളും എല്ലാം മാനേജ്മെന്റിന്റെ വൈദഗ്ധ്യം ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. മാനേജ്മെന്റ് വൈദഗ്ധ്യം ഓക്കെ. സാഹചര്യ നേതൃത്വ സിദ്ധാന്തം അഥവാ SLT വികസിപ്പിച്ചത് ആരെന്ന് പഠിച്ചു വെക്കണം. പോൾ ഹെർസിയും കെന്നത്ത് ബ്ലാഞ്ചാർഡും ചേർന്നിട്ടാണ് സാഹചര്യ നേതൃത്വ സിദ്ധാന്തം വികസിപ്പിച്ചത്. പോൾ ഹെർസിയും കെന്നത്ത് ബ്ലാഞ്ചാർഡും. ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രചോദനം ആണ്. ഹെർസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രചോദനം. താഴെ പറയുന്നവയിൽ ഒരു കേന്ദ്രീകൃത ആശയവിനിമയ ശൃംഖല അല്ലാത്തത്. അപ്പം കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് പോകണം കേട്ടോ. അപ്പം ഇതിനകത്ത് അല്ലാത്തത് എക്സ് ആണ് ഉള്ളത്. വൈ തരം, വീൽ തരം, ചെയിൻ തരം. വൈ, വീല്, ചെയിന്. നോൺ വെർബൽ ആശയവിനിമയം അല്ലാത്തത്. അപ്പൊ ആയത് ഏതെന്നാണ് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പാരാ ലാംഗ്വേജ്, പ്രോക്സെമിക്സ്, കൈനറ്റിക് ബിഹേവിയർ എന്നിവ നോൺ വെർബൽ ആശയവിനിമയം ആയിട്ടുള്ളതാണ്. നോൺ വെർബൽ ആശയവിനിമയം, പാരാ ലാംഗ്വേജ്, പ്രോക്സെമിക്സ്, കൈനറ്റിക് ബിഹേവിയർ. ഗ്രേപ്പ് വൈനെ കുറിച്ച് സത്യമല്ലാത്തത് ഏതാണ്? ഇത് കിംവദന്തികളല്ലാതെ മറ്റൊന്നും അല്ല. ഗ്രേപ്പ് വൈൻ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മാനേജ്മെന്റിന് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് ഔപചാരിക ആശയവിനിമയ പ്രക്രിയക്ക് അനുബന്ധമാണ്. ഗ്രേപ്പ് വൈനിനെ കുറിച്ച് സത്യമല്ലാത്തതാണ് ഓപ്ഷൻ സി. KISS കിസ് ആശയവിനിമയ തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. കിസിന്റെ ഫുൾ ഫോം ആണ് കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ആശയവിനിമയത്തിന്റെ പരസ്പര തടസ്സങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. സെമാന്റിക് ബാരിയേഴ്സ്, ക്രോസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഫീഡ്ബാക്ക് ബാരിയേഴ്സ്, ഇതെല്ലാം ആശയവിനിമയത്തിന്റെ തടസ്സങ്ങളാണ്. സെമാന്റിക് ബാരിയേഴ്സ്, ക്രോസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഫീഡ്ബാക്ക് ബാരിയേഴ്സ് ഇവയെല്ലാം അതിന്റെ തടസ്സങ്ങളാണ് കമ്മ്യൂണിക്കേഷന്റെ. വകുപ്പുകൾക്കിടയിൽ സംഭവിക്കുന്ന ലാറ്ററൽ വിവര പ്രവാഹത്തെ വിളിക്കുന്ന പേര് തിരശ്ചീനമായിട്ടുള്ള ആശയവിനിമയം എന്നാണ്. വകുപ്പുകൾക്കിടയിൽ സംഭവിക്കുന്ന ലാറ്ററൽ ആയിട്ടുള്ള വിവരപ്രവാഹമാണ് തിരശ്ചീന ആശയവിനിമയം. കൈസൻ എന്ന മീനിങ് മെച്ചപ്പെടുത്തൽ എന്നാണ് അർത്ഥം വരുന്നത്. JITയിൽ ഉപയോഗിക്കുന്ന ദൃശ്യമായ റെക്കോർഡിനെ സാങ്കേതികമായിട്ട് വിളിക്കുന്ന പേര് കാൻബാൻസ് എന്നിട്ടാണ്. JITയിൽ ഉപയോഗിക്കുന്ന ദൃശ്യമായ റെക്കോർഡിനെ സാങ്കേതികമായിട്ട് വിളിക്കുന്നത് കാൻബാൻസ് ആണ്. 6 സിഗ്മക്കകത്ത് കഴിഞ്ഞ ദിവസം പഠിച്ചതിനകത്തുണ്ട് MAIC എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെഷർ, അനാലിസിസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. IC ഫോർ ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. പ്രധാനമായിട്ടും 6 സിഗ്മ മെത്തേഡ്സ് 2 മെത്തേഡ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. മെഷർ, അനാലിസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ ആണ് മേക്ക്. In management, a set of interrelated and interdependent parts or units arranged in a manner that produce a unified whole is called system approach എന്നാണ്. സിസ്റ്റം അപ്രോച്ച് ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇൻ മാനേജ്മെന്റ് എ സെറ്റ് ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് പാർട്സ് ഓർ യൂണിറ്റ്സ് അറേഞ്ച്ഡ് ഇൻ എ മാനർ ദാറ്റ് പ്രൊഡ്യൂസസ് എ യൂണിഫൈഡ് ഓൾ ഈസ് കോൾഡ് സിസ്റ്റം അപ്രോച്ച്. ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഫ്രെഡറിക് ടൈലർ ആണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവായി അറിയപ്പെടുന്നത്. Performing activities in the organization at the least time and at the least cost is called efficiency ആണ്. Performing activities in the organization at the least time and least cost is called efficiency. The organization structure which follows
dual chain of command and combines functional departmentation with a product or project organization is called metric structure. The organization structure which follows dual chain of command and combines functional departmentation with the product or project organization is called metric structure. In this form of organization, a supervisor exercises direct supervision over a subordinate and the authority flows from the person at the top of the person at the lowest ring of the organization is called line organization. Line organization in this form of organization, a supervisor exercises direct supervision over a subordinate and the authority flows from person at the top to the person at the lowest ring of the organization ആണ് line organization എന്ന് പറയുന്നത്. Dash may be defined as the systematic and dispassionate examination analysis of appraisal of management overall performance is called management audit. Management audit may be defined as systematic and dispassionate examination, analysis, and appraisal of management overall performance. The channel of communication which is mostly associated with gossip and rumors is called grapevine. The channel of communication which is mostly associated with gossip and rumors is called grapevine. Dash communication may occur if the transmitter and receiver assign different meanings to the same word or use different words for the same meaning. Semantic barriers. മുമ്പേ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു ബാരിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു വെച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ എ ആണ് ഏത് സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടു കമ്മ്യൂണിക്കേഷൻ may occur if the transmitter and the receiver assign different meanings to the same word or use different words for the same meaning. അതിനെയാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിഫറെന്റ് മീനിങ്സ് ടു ദ സെയിം വേർഡ് or use different words for the same meaning. And dash can be used for disseminating information to a specified list of employees within the organization. Office circular can be used for disseminating information to a specified list of employees within the organization. This management philosophy, which originated from Japan, teaches that every day we should look to perform something better, to innovate, to eliminate unnecessary steps, to question the past, and to assume everything can be improved, which is management philosophy. Kaizen theory ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കേസൻ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്, ഇംപ്രൂവ്മെന്റ് എന്നിട്ടുള്ളത് വേറൊരു ചോദ്യ പേപ്പറിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓഫർ പ്രൈസ് ഉണ്ട് 799 ആണ്. പിന്നെ മാത്സ് വെച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് കയറി വരാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി ചേർന്നിട്ടാണ് ഇതിനകത്ത് വരുന്നത്. താങ്ക് യു.